പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പാനലിന് ജയം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബി രാഗേഷ് വിജയിച്ചു. ലിസ്റ്റിൻ സ്റ്റീഫനാണ് സെക്രട്ടറി. സാന്ദ്ര തോമസിന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും എത്താനായില്ല. വിഷ്ണു പ്രകാശ് വിവരങ്ങൾ വേണ്ട. വിഷ്ണു, പൂർണ്ണമായും ഔദ്യോഗിക പാനൽ തന്നെ വിജയിച്ചു അല്ലേ? ദിവസെ പൂർണ്ണമായിട്ടും ഔദ്യോഗിക പാനലിന്റെ വിജയമാണ്. ഔദ്യോഗിക പാനൽ മത്സരിച്ച എല്ലാവരും വലിയ വിജയം തന്നെയാണ് നേടിയിട്ടുള്ളത്. ബി രാഗേഷിനെയാണ് ഇപ്പോൾ പ്രസിഡന്റ് തെരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ വിജയത്തിന് ശേഷം ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രതികരിക്കുന്നുണ്ട്. പ്രോസ് ആൻഡ് കോൺസ് ഇത് അദ്ദേഹത്തിന് അറിയാം. അതായത് ഏത് സംഘടനയ്ക്ക് അല്ലെങ്കിൽ എന്തിന് ഏതെന്നാൽ എങ്ങനെ പെരുമാറണം എന്നറിയാൻ പറ്റുന്ന ഒരാൾ വരുന്നത് നല്ലതല്ലേ? കാരണം അദ്ദേഹത്തിന് അവർ പറയുന്ന പോയിന്റ് പറയാം, ഈ പറയുന്ന പോയിന്റ് പറയാം. അപ്പോൾ അദ്ദേഹത്തിന് പോലെ ഒരാൾ ജനറൽ സെക്രട്ടറിയായിട്ട് വരുമ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളില്ല. ലിസ്റ്റും തന്നെ അത് സംസാരിച്ച് അവിടെയും ഇവിടെയും എല്ലാം തീർത്തോളും. പിന്നെ ഡിപ്ലോമസി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു സംഘടനയുടെ തലപ്പത്ത് വരേണ്ട ആൾക്ക് ഒരു ഡിപ്ലോമസി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതായത് ഒരു ഇഷ്യൂ വരുമ്പോൾ അത് തീർത്തു തരുന്ന ആളാണ്. ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വരികയാണ്. നേരത്തെ വോട്ടെണ്ണൽ പൂർത്തിയാക്കി ഈ വിജയിച്ച അംഗങ്ങൾ ഇപ്പോൾ മുകളിലത്തെ ഒരു പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള മാധ്യമങ്ങളെ കാണാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അതിന്റെ ഭാഗമായി അല്പസമയത്തിനകം തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം വരും. ഇപ്പോൾ നമുക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബി രാഗേഷ്, സെക്രട്ടറി ആയിട്ട് ലിസ്റ്റിൻ സ്റ്റീഫൻ, ട്രഷററായി മഹാ സുബൈർ, വൈസ് പ്രസിഡന്റുമാരായി സോഫിയ പോൾ, സന്ദീപ് സേനൻ, ജോയിന്റ് സെക്രട്ടറിയായി ആഡ്വിൻ ആന്റണി, ഹംസ ഇമാം എന്നിവരാണ് ഇപ്പോൾ ഔദ്യോഗികമായി വിജയം കൈവരിച്ചിരിക്കുന്നത്. നേരത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലോട്ടും ഉള്ള തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അതിൽ പൂർണ്ണമായിട്ടും ഈ ഔദ്യോഗിക പാനലിൽ തന്നെ ഉള്ളവരാണ് ഇപ്പോൾ വിജയിച്ചിട്ടുള്ളത്. സാന്ദ്ര തോമസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ചിരുന്നു. നേരത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശരി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പാനൽ തന്നെ വിജയിച്ചിരിക്കുന്നതിന്റെ വിവരങ്ങളാണ് വിഷ്ണു പ്രകാശ് പങ്കുവച്ചത്. വിജയ് ബാബുവാണ് നേരത്തെ പ്രതികരിച്ചത്.